KPCC അധ്യക്ഷനായ കെ സുധാകരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷനായ കെ സുധാകരൻ എന്തുകൊണ്ടും മികച്ച ഒരു സ്ഥാനാർത്ഥിയാകാൻ യോഗ്യനായ വ്യക്തി തന്നെയാണെന്ന് കൃത്യമായ തീരുമാനമാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് ചർച്ചയാകുന്നത്. കണ്ണൂർ MP ആയ കെ സുധാകരന് കണ്ണൂരിൽ മാത്രമല്ല മലബാർ മേഖലയിൽ ഉള്ള സ്വാധീനം എത്രത്തോളമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത്തവണ കണ്ണൂരിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം വിജയിച്ചു കയറിയത്. CPIMൻ്റെ ഉരുക്കുകോട്ടയായ കണ്ണൂരിനെ തകർത്തെറിയുന്നതിൽ മുഖ്യമായ പങ്കുവഹിച്ച നേതാവാണ് കെ സുധാകരൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കെ സുധാകരൻ്റെ ത്യാഗോജ്വലമായ ജീവിതം ഏത് കോൺഗ്രസ് പ്രവർത്തകരും ഉത്തേജകം തന്നെയാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. CPIMൻ്റെ നരനായാട്ട് തുടരുന്ന പാർട്ടി ഗ്രാമങ്ങളെ വിറപ്പിക്കുന്ന കുമ്പക്കൊടി സുധാകരന് മറ്റേത് കോൺഗ്രസ് നേതാവിനേക്കാളും വലിയ രീതിയിലുള്ള സ്വീകാര്യത പ്രവർത്തകർക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി കഴിഞ്ഞ തവണ സതീശൻ പാച്ചേനിയെ തോൽപ്പിച്ചത് കഷ്ടിച്ച് 1500 വോട്ടുകൾക്ക് മാത്രമാണ്. എന്നാൽ കണ്ണൂർ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ നേടിയത് 27,000 വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് തന്നെ കെ സുധാകരൻ കണ്ണൂർ നിയോജക മണ്ഡലത്തിലാണ് മത്സരിക്കുന്നതെങ്കിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ ഏറ്റവും കുറഞ്ഞ പക്ഷം 25,000 വോട്ടിനെങ്കിലും തോൽപ്പിക്കാൻ കഴിയുമെന്നത് പകരുപോലെയൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. VD സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ പേര് വലിയ രീതിയിൽ ചർച്ചയാകുമോ എന്നുള്ളത് സംശയാസ്പദമായ കാര്യമാണെങ്കിലും അന്തിമ തീരുമാനം AICC ആയിരിക്കും കൈക്കൊള്ളുന്നത്. നിലവിൽ AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ ഇടപെട്ടാൽ പിന്നെ കേരളത്തിലുള്ള മറ്റൊരു നേതാവിനും യാതൊരു രീതിയിലും അതിനകത്ത് ഒന്നും പറയാൻ കഴിയില്ല. KC വേണുഗോപാലിന് ഏറ്റവും പ്രിയങ്കരനായ നേതാവ് കെ സുധാകരൻ തന്നെയാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ജാതി സമവാക്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തോട്ടിലെറിഞ്ഞാൽ മാത്രമേ കൃത്യമായും കേരളത്തിൽ UDFനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ VD സതീശനോ ഒന്നും ആ കാര്യത്തിൽ പൂർണ്ണമായും കോമ്പീറ്റൻസി ഉള്ള നേതാക്കളല്ല. അവർക്ക് അതാത് പ്രദേശങ്ങളിലുള്ള ആധിപത്യം ഒഴിച്ചാൽ അതിന് അപ്പുറത്തേക്കുള്ള സ്വീകാര്യത ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എറണാകുളം മേഖലയിലുള്ള ശക്തി ദുർഗമാണ് സതീശൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ കെ സുധാകരൻ്റെ കാര്യം അങ്ങനെയല്ല. ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്ക് സംസ്ഥാന തലത്തിൽ തന്നെ ആവേശം ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പിണറായി വിജയന് ഇന്നും ഒരു പേടി സ്വപ്നം തന്നെയാണ് കെ സുധാകരൻ. അത്രയേറെ പോരാട്ട വീര്യം കാഴ്ചവെച്ചിട്ടുള്ള കെ സുധാകരൻ പിണറായി വിജയൻ്റെ വാക്കുകളെ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അനാവശ്യ വിവാദങ്ങളിൽ പെടുത്താനൊക്കെ പിണറായി വിജയൻ നിരവധി തവണ കെ സുധാകരനെതിരെ ശ്രമിച്ചിട്ടുണ്ട്. തൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയി എന്ന് പേപ്പർ നോക്കി വായിക്കുന്ന ഗതികെട്ട മുഖ്യമന്ത്രിയുടെ ഒരവസ്ഥ വരെ പിണറായി വിജയൻ നമുക്ക് കാണിച്ചു തന്നതാണ്. അതിനൊക്കെ ശക്തമായ മറുപടി കൊടുക്കാൻ കെ സുധാകരന് കഴിഞ്ഞു എന്നുള്ളതാണ്. ബ്രണ്ണൻ ഫൈറ്റിനപ്പുറത്തേക്കുള്ള ഒരു പകവീട്ടൽ കെ സുധാകരനിലൂടെ നമുക്ക് നടത്തിയെടുക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസ് പറയുന്നത്.